ഒരു മനുഷ്യന് എങ്ങനെയാണ് സ്വന്തം ബാപ്പയെ സംബന്ധിച്ച് അദ്ദേഹം അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കാണ് എന്ന് പറയാൻ സാധിക്കും? സ്വന്തം ബാപ്പ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം മങ്കൂസ് മൗലിദ് ഓതി, മരിച്ച ഉപ്പാപ്പാന്റെ പേരിൽ യാസീൻ ഓതി, മരിച്ച ഉപ്പാപ്പയുടെ ഖബർ സിയാറത്തിന് ചെന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെയും മൗലാ തങ്ങളുടെയും അലീൽ കൂഫി തങ്ങളുടെയും അബ്ദുൽ ഖാദിർ സാനി തങ്ങളുടെയും എന്തിനധികം പറയണം 1000-ലധികം കൊല്ലം പഴക്കമുണ്ടെന്ന് തോന്നുന്ന ഇരിക്കൂർ മഖാമടക്കം നിൽക്കുന്ന ഇരിക്കൂറിലെ മഹാന്മാരടക്കം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ജില്ലയാണിത്. കഴിഞ്ഞുപോയ ആളുകളെ ആദരിക്കുന്നവരും അവരെ അംഗീകരിക്കുന്നവരും അവരെ മദ്ഹ് പറയുന്നവരും അവരെ സ്ഥാനം അംഗീകരിച്ചു കൊടുക്കുന്നവരുമൊക്കെ അവരൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്ന് പറയാൻ 1980 ജനുവരിയിലെ പുത്തൻവാദികളുടെ മാസിക നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാം, മൗലിദ് ഓതുന്നത് ശിർക്ക്, മാല ചൊല്ലുന്നത് ശിർക്ക്, ഒക്കെ ശിർക്കുകൾ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ് ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹ ബന്ധവും അവരെ തുടർന്ന് നമസ്കരിക്കലും അവർക്ക് മയ്യിത്ത് നമസ്കരിക്കലും അവരറുത്തത് ഭക്ഷിക്കലും അനുവദനീയമല്ല. ഇത്രയും നീചരായി സ്വന്തം പിതാക്കളെയും സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ ജീവിച്ചു വന്ന മുഴുവൻ ആളുകളെയും ഇത്രയും നീചരായി ചിത്രീകരിക്കുന്ന ഒരൽപ്പവും മനുഷ്യത്വമില്ലാത്ത സ്വഭാവം, ഇത് ബിദ്അത്തിന്റെ ഭവിഷ്യത്താണ്, യാതൊരു സംശയവും ഇല്ല. ബിദ്അത്ത് വന്നാൽ അങ്ങനെയാണ്. സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞതല്ലേ? അലിയും ഫിൽ ജന്ന. എത്ര ഹദീസുകളുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയുന്ന ഹദീസ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഉളുവെടുത്ത് പള്ളിയിലേക്ക് കയറി വരുമ്പോ വാളുകൊണ്ട് ഇബ്നുൽ മുൽജിം എന്ന് പറയുന്ന പുത്തൻവാദി തലക്ക് വെട്ടിക്കൊന്നു കളഞ്ഞില്ലേ? ബിദ്അത്ത് മനസ്സിൽ കടന്നാൽ അങ്ങനെയാണ്. ബിദ്അത്ത് ഹൃദയത്തിൽ കടന്നാൽ പിന്നെ ബാപ്പാനോട് ബഹുമാനില്ല, ഉമ്മാനോട് ബഹുമാനില്ല, എന്തിനധികം പറയണം സഹാബത്തിനോട് ബഹുമാനില്ല, ഇമാമിങ്ങളോട് ബഹുമാനില്ല. ഒരു മൗലവി പറഞ്ഞില്ലേ, 100-ലധികം കാര്യത്തിൽ ഇമാം ശാഫിഈ ഖുർആനിനെതിരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം ഖുർആനിന് അനുകൂലമായി ഒന്നും പറയാത്ത മൗലവി. സുബ്ഹാനല്ലാഹ്, ശാഫിഈ ഇമാമിനെ നിസ്സാരപ്പെടുത്താൻ ഒരു സങ്കോചവും അദ്ദേഹത്തിനുണ്ടായില്ല, ഒരു ഇമാമിനെയും കുറ്റപ്പെടുന്നതിന് വിഷമം ഉണ്ടായില്ല, സഹാബത്ത് പിഴച്ചുപോയി എന്ന് പറയാൻ സങ്കോചമുണ്ടായില്ല. എന്തിനധികം പറയണം, എല്ലാ പുത്തൻവാദികളും എഴുതി വെച്ചില്ലേ അവരുടെ മാസികകളിൽ, പണ്ടെങ്ങാനും ജീർണിച്ചു പോയ ജഡങ്ങളാണ്, അമ്പിയാക്കളുടെ ശരീരം ഖബറിൽ ജീർണിച്ച ജഡങ്ങളാണ് എന്ന് എല്ലാ പുത്തൻവാദികളും രേഖപ്പെടുത്തിയില്ലേ? ജമാഅത്ത് ഇസ്ലാമിയും രേഖപ്പെടുത്തി, മുജാഹിദും രേഖപ്പെടുത്തി. എത്ര സയ്യിദന്മാരെ കുറിച്ചാണ് ഇവിടെ നേരത്തെ സംസാരിച്ചത്? സയ്യിദന്മാരുടെ കൈ പിടിച്ച് ചുംബിക്കുകയല്ല വേണ്ടത്, അത് വെട്ടിക്കളയുകയാണ് വേണ്ടതെന്ന് ഈ കക്ഷികൾ എഴുതി വെച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, തങ്ങന്മാരെന്ന് പറഞ്ഞൊരു വർഗം തന്നെ ഇല്ലെന്നും അവർക്ക് ആദരവ് കൽപ്പിച്ചുകൂടെന്നും അതെല്ലാം തെറ്റായ ആശയങ്ങളാണെന്നും പരസ്യമായി ഈ കക്ഷികൾ അവരുടെ ലേഖനങ്ങളിൽ എഴുതി വെച്ചില്ല. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ കോപ്പികൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരും എന്നും ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ ഗ്യാരണ്ടിയാണ്. ഇവിടെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീശങ്കരാചാര്യരുടെ തത്വശാസ്ത്രക്കാരനായ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളായിരുന്നുവെന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അൽമനാറിൽ എഴുതി വെച്ചത് കൂത്തുപറമ്പിലെ ഒരു പ്രസംഗത്തിൽ ഞാൻ വായിച്ചപ്പോൾ അത് ഒറിജിനൽ കോപ്പി അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ കോപ്പിയാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സ്റ്റേജിന്റെ അടുത്ത് വന്നപ്പോ ഇപ്പൊ കൊണ്ടുവന്ന് ഒറിജിനൽ കാണിച്ചു തന്നാൽ നീ സുന്നത്ത് ജമാഅത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് ടാക്സിയും കൂട്ടി എന്റെ വീട്ടിൽ പോയി അതിന്റെ ഒറിജിനൽ കോപ്പി കൊണ്ടുവന്ന്
കൂത്തുപറമ്പിലെ സ്റ്റേജിൽ ഹാജരാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നത് ഹാജരാക്കിയിട്ട് അവൻ നന്നായോ? അവൻ പിന്നെ അവിടുന്നും കുറച്ചുകൂടി കൂടുതൽ പിഴച്ചുപോയി എന്നാണ് എന്റെ അറിവ്. പിഴവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇരുട്ടിൽ തപ്പുമ്പോൾ എവിടെയെല്ലാം തടഞ്ഞു വീഴുമെന്നറിയില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരോടും പറയാനുള്ളത്, മുസ്ലിങ്ങളാണോ നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആകണം.